അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിൽ? ഞാൻ ചെയ്യാൻ പോകുന്നത് ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറിയിലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പുറകെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ ഞാനിതാ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിക കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കാപ്പി പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ. അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ചീരയും പയറും ഒക്കെ നട്ടിട്ടുണ്ടെന്ന്. അതിൽ ചീര ഇത്രയും ആയിട്ടോ. ഒരു ചട്ടിയിൽ ചീര കൃഷി ഇങ്ങനെ ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഭീരമായി എന്ന് പറഞ്ഞാൽ വലുതാവുമ്പോൾ എന്താവും സ്ഥിതി എന്നറിയില്ല. പിന്നെ പയറ് ഇവിടെ പിന്നെ പയറിതാ ഇവിടെ ഇത്ര ആയിട്ടുണ്ട്. ഇതൊക്കെ പയറാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെന്താണിത്? അത് വലുതായി കഴിയുമ്പോൾ അറിയാം. കുമ്പളങ്ങയാണോ മത്തങ്ങയാണോ എന്നറിയില്ല. അങ്ങനെയാണിത്. പിന്നെ നമ്മുടെ മല്ലിയില ഇതാ ഇവിടെ ഇത്രയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 കനകാമ്പരത്തിൻ്റെ തൈയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 2 കനകാമ്പരത്തിൻ്റെ വിത്തും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിടിക്കുമെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല. പിന്നെ ഇവിടെയും ചീരയാണ്. ഇവിടെ 2 ചട്ടിയിൽ ചീരയുണ്ട്. ഈ ചീരയ്ക്ക് മാത്രം കുറച്ച് ജീവൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഞാൻ 2 മാങ്ങ ഇന്നലെ കണ്ടിട്ട് ഇനി ഇതൊക്കെ വേണോന്ന് ചോദിക്കാൻ വേണ്ടി അകത്തേക്ക് വന്നു, മറന്നുപോയി. നല്ല പഴുത്ത് അടിപൊളിയായിക്കൊണ്ടിരിക്കുന്ന മാങ്ങ ഉണ്ട് ഇവിടെ. ഞാനപ്പോൾ ഇന്ന് പറിച്ചു തരാം കേട്ടോ. ഇന്നലെ കുത്തിയിട്ടുണ്ടായിരുന്നില്ല അതിലിട്ട് കാക്കയും കിളിയൊന്നും. ഇന്ന് പറിച്ചില്ലെങ്കിൽ മറ്റത് ഉടനെ തന്നെ കണ്ട. ഒരു ദിവസം വൈകിയപ്പോ തന്നെ പ്രശ്നം. ഞാൻ ഇന്നലെ അത് കയറി വന്നില്ല. ഇനി അത്രയും പഴുത്തത് വേറെ ഇല്ല. ഞാൻ നോക്കിട്ടേ അത് പിന്നത്തേക്ക് വെക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ പറിക്കാം. ശരി, രാവിലെ തന്നെ മാങ്ങ പറിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അത് കായാണ്. പൂണ്ടാവണത് ഫ്രൂട്ടിന്റെ ഇലയാണോ കായാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പുറത്തുണ്ടല്ലോ, ഇപ്പുറത്ത് എനിക്കുണ്ട് ഇതുപോലെ 2-3 എണ്ണം ഉണ്ട്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ഇതുപോലെ വേറെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഉണ്ടാവട്ടെ, പാഷൻ ഫ്രൂട്ട് ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും മാങ്ങ പറിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ പറിച്ചത് പതുക്കെ എടുക്കാം. നല്ല പഴുത്ത മാങ്ങ, നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് നോക്കട്ടെ കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ രാവിലെ തന്നെ മാങ്ങ മുറിച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദിവസം തുടങ്ങാം. ഇപ്പോഴാകുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാം, ആർക്കും കൊടുക്കണ്ട. ഞാൻ മാത്രം ഇവിടെ കുളിച്ച് പല്ലൊക്കെ തേച്ച് നല്ല കുട്ടിയായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാം. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. നല്ല കളറുണ്ട്. പക്ഷെ മധുരം ഉണ്ടോ എന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരെയും കൊതിപ്പിക്കാൻ തീരുമാനിച്ചു. പഴുത്ത മാങ്ങയൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ അങ്ങനെയുണ്ടെന്ന്. മധുരം കുറവാ. കളർ മാത്രമേ ഉള്ളൂ, മധുരം കുറവാ. എങ്കിലും രാവിലെ കിട്ടിയ മാങ്ങയല്ലേ, വേസ്റ്റ് ആക്കണ്ട. ഞാനത് കഴിക്കാൻ പോണം മുഴുവനും. പുറത്തുനിന്ന് മേടിച്ച വാങ്ങണമെങ്കിൽ ഇത്തിരി പേടിച്ച് കഴിക്കേണ്ടി വരുള്ളൂ. കാർബൈഡ് വെച്ചിട്ടാണ് അവര് പഴിപ്പിച്ചെന്നുള്ള പേടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്നും കൂടി പഴുക്കണമായിരുന്നു. നല്ല കളറായിട്ടുണ്ടെങ്കിലും ഇത്തിരി മധുരത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഞാൻ മാങ്ങ കഴിച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും റെഡി ആയിട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത സെയിം റെസിപ്പി തന്നെയാണ്.
അപ്പോൾ എന്തായാലും ഈ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാത്ത ആളുകൾ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് കറിയുടെ. അതുപോലെ തന്നെ ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കാം. ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസത്തെയും പോലെ തനിച്ചല്ല ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നും ഫുഡ് കഴിക്കുന്നത്. എന്താന്ന് വെച്ചാൽ കിച്ചൂസ് എഴുന്നേറ്റിട്ടില്ല. കിച്ചൂസിന് 12 മണിയാവാതെ എഴുന്നേക്കില്ല. കിച്ചൂസ് ഇടിയപ്പം കഴിക്കില്ല കേട്ടോ. അപ്പോൾ കിച്ചൂസിന് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തിക്ക് ചില്ലി ഗോബി വേണം. ചില്ലി ഗോബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കി. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. രാവിലെ എഴുന്നേക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, വീണ്ടും അടുത്തതൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഇന്ന് വലിയ കറികളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഉച്ചക്കത്തേക്ക് ചോറിന്. എന്താന്ന് വെച്ചാല് ഇന്നലെ ഉണ്ടാക്കിയ കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോറിന് അധികം കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് വീട് ക്ലീനിങ് എന്നൊരു പരിപാടി ബാക്കിയുണ്ട്. അപ്പോൾ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അപ്പോൾ കണ്ണാടി നോക്കാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പൊ അടിച്ചു വാരി തുടയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് രാജുവേട്ടൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. അതിപ്പോഴല്ല, അടിച്ചു വാരുന്ന സമയത്ത് അതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വലിയൊരു കാര്യമാണ്. കാര്യം നിസ്സാരമാണെങ്കിലും അത് വളരെ വലിയ ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഇന്ന് ഞാനല്ല കേട്ടോ അടിച്ചു വാരുന്നതും തുടയ്ക്കുന്നതും ഒന്നും. ഇന്ന് രാജീവേട്ടനാണ് അടിച്ചു വാരൽ തുടയ്ക്കൽ പരിപാടി. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഞാൻ എക്സസൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, എക്സസൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 ആഴ്ചയായി. പക്ഷേ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ എനിക്ക് നടുവേദന കൊണ്ട് അനങ്ങാൻ വയ്യ. ഒരു രക്ഷയില്ല. ഇപ്പൊ ഇങ്ങനെ ഇരിക്കണതൊക്കെ ഒരു വിധത്തിലാണ്. അത്രയ്ക്ക് പരുവക്കേടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിച്ചു വാരലും തുടയ്ക്കലും ഇന്ന് രാജീവേട്ടന് കൈമാറിക്കൊണ്ട് അതിന്റെ വിശേഷങ്ങളും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉള്ളൂ. അലക്കാനുണ്ട്, വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ഉണ്ടാക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. ചോറിന് കറി ഉണ്ടാക്കാൻ പ്ലാൻ ഒന്നുമില്ല. അല്ല, ഇന്നലെ ഉണ്ടാക്കിയ എരിശ്ശേരി ഉണ്ട്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ട്. ഇന്നലെ ഞങ്ങൾ മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായി. വയ്യെങ്കിലും കുറച്ച് സമയം നിന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ചെയ്യും. പിന്നെ വന്നിട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. അത് കഴിഞ്ഞ് വീണ്ടും പോയി കുറച്ച് ജോലികൾ ചെയ്യും. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും പോയി കുറച്ച് ജോലി ചെയ്യുന്നത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്റെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പൊ നാളെ പോയിട്ട് ഡോക്ടറെ കാണണം എന്ന് വിചാരിക്കുന്നു. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ. ഇതാ ഇടിയപ്പമൊക്കെ പ്ലേറ്റിലേക്ക് എടുത്തു, കറി എടുത്തു. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് എടുക്കുക. എനിക്ക് ഇനി 2-3 പാത്രം ഒന്നും ചീത്തയാക്കണത് ഇഷ്ടമല്ല. എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ പ്ലേറ്റില്. ഇവിടെ പിന്നെ കറി വേണ്ട. ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പൊറോട്ട വാങ്ങിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു പൊറോട്ട കറി ഇല്ലാതെ അത് നല്ല എൻജോയ് ചെയ്തിരിക്കും. പൊറോട്ടക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല പൊറോട്ട ആണെങ്കിൽ. അതുപോലെ ഈ ഇടിയപ്പം മുഴുവനും കറി വേണ്ട. മുഴുവനും കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു. ആ ഇടിയപ്പം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നു? ഇല്ല, ഈ തേങ്ങയിട്ട് ഇടിയപ്പം തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒട്ടും കറി ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം കറി ഇതുപോലെ വെച്ചിട്ട് ഞാൻ കറിയുടെ ടേസ്റ്റ് എന്താന്ന് പോലും തൊട്ട് നോക്കാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മുഴുവനും ഇരുന്ന് ഇതുപോലെ 5 എണ്ണമാണ് കഴിച്ചല്ലേ, കറി ഇല്ലാതെ കഴിച്ചു. അത്ര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കറിയൊന്നും ഇല്ലാതെ ഈ തേങ്ങ കൂട്ടി ഞാൻ കഴിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കറി കഴിച്ചത് രാത്രി ചപ്പാത്തിക്കായിരുന്നു. എനിക്ക് കറി ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കറി കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കറി കൂട്ടി കഴിക്കുന്നതിന് വേറൊരു നല്ലൊരു ടേസ്റ്റാണ്. കറി ഇല്ലാതെ കഴിക്കുമ്പോഴല്ലേ ഇടിയപ്പത്തിന്റെ മാത്രമുള്ള ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറേ പേര് ഈ ഒരു ഉരുളക്കിഴങ്ങ് കറിക്ക് നല്ല കമന്റ്സ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം അത് കേൾക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് കറി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി കഴിച്ചു തീർക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി കിച്ചൂസിന് ചപ്പാത്തി ഉണ്ടാക്കണം, അലക്കാനിടണം. 2-3 ദിവസമായിട്ടുള്ള തുണികളൊക്കെ അലക്കാനുണ്ട്. അപ്പൊ ഞങ്ങള് 2-3 ദിവസം കൂടുമ്പോഴേ അലക്കുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തുണിയായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കറണ്ടും നഷ്ടമാണ്, വെള്ളവും നഷ്ടമാണ്, നമ്മുടെ സമയം നഷ്ടമാണ്, തുണികൾ അലക്കിടും എല്ലാം നമുക്ക് നഷ്ടമാണ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഫുൾ ലോഡ് ആവാനുള്ള തുണികൾ ആവുമ്പോഴേ
അലക്കാനിടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസം, ഇപ്പോൾ ആരും പുറത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് അധികം ഡ്രസ്സൊന്നുമില്ല വാഷ് ചെയ്യാൻ. ഇപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഇടാം. ആദ്യം കഴിച്ചു തീർക്കട്ടെ. പിഴിയാൻ വേണ്ടിട്ട് വാഷിംഗ് മെഷീൻ സ്പിൻ. ഒരു ചെറിയ ടിപ്പും കൂടി പറഞ്ഞത് ഈ കഴിഞ്ഞ കൊടുത്തന്നെ. നമ്മള് വാഷിംഗ് മെഷീനിൽ ഈ കൊടുംവേനൽക്ക്, ഈ നല്ല വേനലിൽ ഇപ്പൊ നല്ല ചൂടാണല്ലോ, അപ്പൊ ഇപ്പൊ നമുക്ക് കറണ്ട് കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി ഇടുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ ആ സ്പിൻ എന്ന് പറഞ്ഞത് നല്ല ഏറ്റവും ഹൈലൈറ്റ് ഒരു 3-4 ഇതുണ്ടല്ലോ, സ്പീഡ് ഉണ്ടല്ലോ. സാധാരണ 800 ഇടുന്നത്. അപ്പൊ ഈ പ്രാവശ്യമല്ല, ഇപ്പൊ ഇത്രയും ചൂടുള്ളതുകൊണ്ട് നമുക്ക് വേഗം അത് അതിൽ നിന്ന് തന്നെ നന്നായി ഉണങ്ങി കിട്ടണമെന്നില്ല. അപ്പൊ നമ്മളത് ഏറ്റവും കുറച്ചിടും. 400 ഇടുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും കുറെ 20 മിനിറ്റ് കൂടി കറങ്ങിയാലേ 20 മിനിറ്റ് കൂടി കറങ്ങിയാലേ ആ 800 എത്തുള്ളൂ. അത്രയും ഫുള്ളായിട്ട് അത് തുണി ഉണങ്ങി കിട്ടുള്ളൂ. അപ്പൊ നമ്മള് 400 ഇടുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും കറണ്ട് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ അഴയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും, ചൂട് കൂടുതലായതുകൊണ്ട്. അപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്താൽ കറണ്ട് സേവ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ലിക്വിഡാണ് ഉപയോഗിക്കുന്നതെങ്കിലും കുറച്ച് യൂസ് ചെയ്യാം. നമുക്ക് എത്ര തുണിയുണ്ട് എന്നുള്ളതനുസരിച്ച് യൂസ് ചെയ്യാം. ഞാൻ പലപ്പോഴും പലരുടെയും ഇത് അലക്കണ വീഡിയോകൾ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അലക്കാൻ സോപ്പ് പൊടി ഇടാനുള്ള ആ ഒരു ഗ്യാപ്പിൽ ആ ഒരു പോക്കറ്റ് പോലെയുള്ളതുണ്ടല്ലോ, അതിലേക്ക് നിറയെ സോപ്പ് പൊടി ഇട്ടിട്ടാണ് എല്ലാവരും അലക്കുക. സത്യത്തിൽ അത് വേസ്റ്റാണ്. നമുക്ക് അത്രയും സോപ്പ് പൊടി നഷ്ടമാണ്, വെള്ളവും നഷ്ടമാണ്, കറണ്ട് നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ്. അത്രയും സോപ്പ് പൊടി വാഷ് ചെയ്ത് കളയുന്ന കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം അലക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങൾ ആവശ്യത്തിന് ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ട് മാത്രം അലക്കുള്ളൂ കേട്ടോ, നമ്മുടെ തുണിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച്. പരസ്യത്തിൽ അവര് കാണിക്കുമ്പോ സോപ്പ് പൊടിയുടെ പരസ്യം കാണിക്കുമ്പോ അവര് മാക്സിമം സോപ്പ് പൊടി ഇടുന്നത് അവര് കാണിക്കുള്ളൂ. അത് കണ്ടുകൊണ്ട് എല്ലാരും കോരി ഒരുപാട് നിറച്ചങ്ങ് ഇടും. എന്നാലും അവർക്ക് ലാഭം ഉണ്ടാവുള്ളൂ സോപ്പ് പൊടി ചെലവായിട്ട്. അപ്പൊ ആവശ്യത്തിന് മാത്രം ഇട്ട് ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ലിക്വിഡൊക്കെ വാങ്ങിക്കുമ്പോ ലിക്വിഡിന്റെ ബോട്ടിലിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ 1/2 ബക്കറ്റ് തുണിയാണോ 1 ബക്കറ്റ് തുണിയാണോ എത്ര തുണിയാണെന്നുള്ളതിനനുസരിച്ച് ഇത്ര ക്വാണ്ടിറ്റി ലിക്വിഡ് യൂസ് ചെയ്യാന്നുള്ളത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് എപ്പോഴും ലാഭം ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞ് ഇടിയപ്പം കഴിച്ച് കഴിയാറായി. അപ്പോൾ ഇനി ഇടിയപ്പം കഴിച്ച് തീർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനി അലക്കാൻ ഇടാനുള്ള പരിപാടിയാണ്. അലക്കാൻ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം തുണികളുണ്ട് ഇന്ന് അലക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫുൾ ലോഡായിട്ട് അലക്കാനിടുക എന്നുള്ളത്. പിന്നെ കളർ പോകുന്ന ഡ്രസ്സുകളെല്ലാം ഒരുമിച്ചൊന്നും ഇടില്ല കേട്ടോ. കളർ പോകുന്നത് വേറെ, കളർ പോവാത്തത് വേറെ, അങ്ങനെ 2 ആയിട്ടാണ് അലക്കാനിടാറുള്ളത്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഫുള്ളായിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സർഫിൻ്റെ എക്സൽ മാറ്റിക് എന്ന് പറഞ്ഞ ലിക്വിഡാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി നല്ലത് ഇതാണ്. നമ്മൾ സോപ്പ് പൊടി യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി തുണികൾ നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട്, ആ അഴുക്കൊക്കെ കംപ്ലീറ്റ് പോകുന്നുണ്ട്. സോപ്പ് പൊടി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ലായിരുന്നു. നേരത്തെ ഏരിയലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഏരിയലിൻ്റെ സോപ്പ് പൊടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇടി വെട്ടിയപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പിന്നൊക്കെ ഒരു താഴെ ഇട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഒരു ഇടിവെട്ടലിന് ഞങ്ങൾ ഇവിടെ കുറേ സാധനങ്ങൾ 4 ഫാനായിരുന്നു. 6 ഫാനും അതുപോലെ തന്നെ ടിവിയും പിന്നെന്താ നെറ്റും എല്ലാം പോയിട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഇടി വെട്ടുമ്പോ തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ അങ്ങോട്ട് എല്ലാ പിന്നും ഊരിയിടും. അന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ല, കിറ്റൂസ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോ ഹോസ്പിറ്റലിൽ ഞാനിവിടെ 800 വരെ ഉണ്ട് സ്പിന്നെങ്കിലും ഞാൻ 400-ലാണ് ഇടുക. പിന്നെ അത്ര അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നോ സ്പിന്നിൽ തന്നെ ഇട്ടിട്ട് ഓൺ ചെയ്യാം. എങ്കിലും നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ അലക്കുമ്പോൾ കിച്ചസിൻ്റെ ഡ്രസ്സിനൊക്കെ കുറച്ച് തിക്നെസ് കൂടുതലാണ്, ട്രാക്ക് സ്യൂട്ടിനൊക്കെ. അതൊന്ന് ഉണങ്ങി കിട്ടാൻ എളുപ്പത്തിനായിട്ടാണ് ഈ 400-ൽ ഇടുന്നത്.
അല്ലെങ്കിൽ കറണ്ട് അത്രയും 20 മിനിറ്റ് നമ്മൾ കൂടുതൽ കറങ്ങേണ്ടി വരും, എന്നാലേ ശരിക്കും ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതിനിവിടെ അലക്കിക്കോട്ടെ. അലക്കുമ്പോൾ നമുക്ക് കുക്കിംഗ് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയാണ് വാഷിംഗ് മെഷീൻ. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ അടിച്ചു വാരി തുടക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം. അതിന് മുന്നേ കിച്ചൂസിന് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ചപ്പാത്തിയും കൂടി ഞങ്ങൾ ഉണ്ടാക്കി വെക്കട്ടെ. ഒരു 3 ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി കിച്ചൂസിന്. അതും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജോലി ഇതും നടക്കും അതും നടക്കും. അതിന് ശേഷം അടിച്ചു വാരി തുടയ്ക്കാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ കുറേ കാലമായിട്ട് എല്ലാവരോടും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോഴത്തേക്കും ഈ ഫ്രണ്ട് ലോഡ് വാങ്ങാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങുന്നതായിരിക്കും കൂടുതലും നല്ലത്. എന്നുവെച്ചാൽ ചില ആളുകൾക്ക് ഏത് വാഷിംഗ് മെഷീനാണ് നല്ലതെന്ന് അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഇനി പുതിയതായിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു അഭിപ്രായം പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലോഡ് ആകുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നായിരിക്കും കറങ്ങുന്നത്. അല്ല, അതിൽ ഏറ്റവും വലിയ വ്യത്യാസം ടോപ്പ് ലോഡിന് കറണ്ട് കൂടുതലാണ്, വെള്ളം കൂടുതൽ വേണം, സോപ്പ് പൊടി കൂടുതൽ വേണം. പിന്നെ അതിനേക്കാൾ ഉപരി ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങലാണ്. പക്ഷേ ഇതിനകത്ത് എന്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വെള്ളം വന്ന് ഫില്ലായി കഴിയുമ്പോൾ ഇതിന് ഇത്രയും കൂടി റെഡ്യൂസ് ആകും അങ്ങോട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കല്ലിൽ കുത്തി തിരുമുന്ന ഒരു എഫക്റ്റ് വരും. ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇവിടെ വന്ന് വീണായിരിക്കും ഈ സാധനം ഇങ്ങനെ വീഴുമ്പോഴത്തേക്കും ആ സോപ്പ് പൊടിയിൽ കിടന്ന് ഇങ്ങനെ വന്ന് വീഴുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വീഴുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാം കുറച്ചു നേരം കഴിയുമ്പോൾ. നന്നായിട്ട് നമ്മൾ കല്ലിൽ അലക്കുന്ന അതേ എഫക്റ്റിൽ നമുക്ക് അലക്കി കിട്ടും. അതെ, സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കല്ലിൽ ഇങ്ങനെ കുത്തി തിരുമുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ആ കുത്തി തിരുമുന്ന ആ ഒരു എഫക്റ്റ് കിട്ടും ഇങ്ങനെ കിടന്ന് കറങ്ങി ഇങ്ങനെ വന്ന് വീഴുമ്പോഴത്തേക്കും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ലോഡാണെങ്കിൽ നമുക്ക് ഇതുപോലെ പൊക്കി വെക്കാം. കുനിയാൻ വയ്യാത്ത ആളുകൾക്ക് ഇപ്പോൾ കുനിഞ്ഞ് തുണി ഇടുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുപോലെ എവിടെയെങ്കിലും പൊക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിലിടാം. നടുവേദനയുള്ള നിനക്ക് നടുവേദനയുള്ളതുകൊണ്ട് ഇതേ കുനിയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ട് അതിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടിയിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ബക്കറ്റാ സോപ്പ് പൊടി എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കുകയും ചെയ്യാം, ഒപ്പം നമുക്ക് നിവർന്ന് നിന്നുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 2 ഗുണമുണ്ട്. പിന്നെ ടോപ്പ് ലോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ടും വെള്ളവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ ഒരു 6 മാസത്തെ ബഡ്ജറ്റ് അല്ലെങ്കിൽ 1 വർഷത്തെ ബഡ്ജറ്റ് എടുക്കുമ്പോൾ ടോപ്പ് ലോഡിന് കറണ്ട് കൂടുതലും ഫ്രണ്ട് ലോഡിന് കറണ്ട് കുറവാകുമ്പോൾ നമുക്ക് ലാഭം ഫ്രണ്ട് ലോഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞങ്ങളിത് പറയുന്നത്, ഫ്രണ്ട് ലോഡും ടോപ്പ് ലോഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഈ ലെഗ് സ്പേസിൻ്റെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞെലി ഉണ്ടല്ലോ, കുഞ്ഞെലി കയറിയിട്ട് ഈ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള വയർ കട്ട് വരുന്നു. അതും കൂടി പറയണം. അതിപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ആരെങ്കിലും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എലി വന്ന് കടിച്ചിട്ടും നമുക്ക് ഈ പൈപ്പ് വെക്കാമെന്ന് വിചാരിച്ച് മടി വിചാരിച്ചിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞെലി കയറും ഇതിൻ്റെ അടിയിൽ കൂടി, ചെറിയ എലി അതിൻ്റെ ഉള്ളിൽ കൂടി കയറി മേളിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ പഫൊക്കെ ഉണ്ട്. ആ പഫ് പഞ്ഞു പോലെ ഇരിക്കണം. അതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പറിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ട് കൂട്ടുന്ന പോലെ കൂട്ടി വെക്കും. ഇതിൻ്റെ അകത്തുള്ള വയറൊക്കെ കട്ട് ചെയ്ത് നശിപ്പിക്കും. പിന്നെ നമ്മൾ അതിനുവേണ്ടി കുറേ കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ പുതിയതായിട്ട് വാങ്ങുന്ന ആളുകൾക്ക് അറിയാൻ പറ്റില്ല ഇതിനകത്ത് എലി കയറുന്ന വരും. അപ്പോൾ ആ തുടക്കം തന്നെ ഇതിങ്ങനെ ചുറ്റിനും ഈ അടിഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ഇതുപോലെ ഒരു 4 എൽബോയും പൈപ്പ് മേടിച്ചിട്ട് ഇതങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എലി കയറുകയില്ല. നമുക്ക് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമുക്ക് 2 പ്രാവശ്യം കട്ട് ചെയ്തു. ഇവിടെ 2 പ്രാവശ്യം എലി കട്ട് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ പൈപ്പ് പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചത്. ആ ചേട്ടൻ ശരിയാക്കാൻ വരുന്ന ടെക്നീഷ്യൻ നമുക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ പൈപ്പ് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തത്. പൈപ്പ് വെച്ച് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കറങ്ങി വന്ന് വീഴുമ്പോ അതെ കറങ്ങട്ടെ കേട്ടാ, ഒന്ന് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിൽ വെള്ളമൊക്കെ ഫില്ലായിട്ട് തുണിയൊക്കെ കറങ്ങി തുടങ്ങി. ഇതുപോലെ ഇനിയിപ്പോൾ അടുത്ത കറക്കിപ്പോൾ എന്താ അതെ ഈ കറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓരോ തവണ മേളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കല്ലിൽ കുത്തി തിരുമണ അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്.
മറ്റേ ടോപ്പ് ലോഡ് ആകുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും അങ്ങനെ ഒരു ഇതില്ല, അത് വെറുതെ കിടന്ന് കറങ്ങൽ മാത്രമേ പിന്നെ ടോപ്പ് ലോഡിൽ കെട്ട് വീഴും. കെട്ട് വീഴും. എൻ്റെ ദൈവമേ, ഏറ്റവും വലിയ പാടെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പം കഴിച്ചില്ലേ, ഇപ്പം ആ ഇടിയപ്പത്തിൻ്റെ ഓരോ കെട്ടഴിച്ചെടുക്കുന്നതും സിംഗിളായിട്ട് നൂലാക്കി എടുക്കുന്നതും ഇതിനകത്തുനിന്ന് ഈ തുണി എടുക്കണ ഒരേപോലെയുള്ള ഒരു അവസ്ഥയും ഇതിനകത്തല്ല, മറ്റേ ടോപ്പ് ലോഡിൽ. അപ്പോൾ അത് പ്രാന്ത് കയറും. കാരണം വെച്ചാൽ ഈ പാവാടക്ക് വള്ളിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ വള്ളിയൊക്കെ എല്ലാ തുണിമേലും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി പിടിച്ചിരിക്കും. അപ്പൊ അതൊക്കെ ചുറ്റി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ വള്ളി അങ്ങ് വലിച്ച് പൊട്ടിച്ച് കളയാൻ തോന്നും. നമുക്ക് ഈ പാവാടക്കൊക്കെ വള്ളി എന്തിനു വെച്ചേക്കണെന്ന് നമുക്ക് തോന്നി പോകും ടോപ്പ് ലോഡാണെങ്കിൽ. അപ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ലോഡ്, ഇതിപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് എത്ര? 32 35,000 ആണെന്ന് തോന്നുന്നു. വാങ്ങിച്ചിട്ട് 10 വർഷമായോ? ആയിട്ടുള്ള. അപ്പൊ 30,000 ഇതിന് വരും. മറ്റതിനാകുമ്പോ 12 വരുള്ളൂ അല്ലേ, അത്ര വരുള്ളൂ. എങ്കിലും ഇതിനുള്ള ഗുണങ്ങൾ, വെള്ളം വളരെ കുറച്ച് മതി. അപ്പൊ വെള്ളം കുറച്ച് മതി എന്ന് പറയുമ്പോൾ വെള്ളം മാത്രമല്ല ലാഭം, അത് അടിച്ച് മേളിൽ കയറ്റിയിട്ടാണ് വന്നത്. അവിടെ ആ മോട്ടറിൽ അടിച്ച് കയറ്റുന്ന ആ കറണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കുറച്ച് വെള്ളം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കുറേ കാലമായിട്ട് പറയാനുണ്ടായിരുന്നൊരു കാര്യമാണിത്. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. അവസരം കിട്ടിയപ്പോൾ ഞാനങ്ങ് പറഞ്ഞു ഞാൻ അടിച്ചു വരാൻ നോക്കട്ടെ. അടിച്ചു വരാനുള്ളതിനകത്ത് ചൂലിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് കുറച്ച്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ അടിച്ചുവാരൽ ജോലികൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ രാജുവേട്ടൻ ചൂലെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചു വരാൻ തുടങ്ങട്ടെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക കേട്ടോ, ഇത് നമ്മുടെ ഈ വ്ളോഗ് കാണുമ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, എന്തുകൊണ്ടാണ് 2 കർട്ടൻ്റെ കളർ കാണുന്നതെന്ന്. അത് ഞങ്ങൾ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് ഇരുന്ന് വിശദമായിട്ട് പറയാം. ഈ ചൂട് കാലത്ത് പലർക്കും ആവശ്യം വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അടിച്ചു വാരൽ നടക്കട്ടെ. അടിച്ചു വാരുന്ന കുട്ടി സംസാരിക്കുന്നില്ല. അടിച്ചു വാരൽ ആരംഭിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഒരു സൈഡിൽ നിന്ന് അടിച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ, അടിച്ച ആ അറ്റം ഇവിടെ പൊടി ഉണ്ടെങ്കിൽ ആ പൊടി അടിച്ചടിച്ചടിച്ച് അറ്റം വരെ കൊണ്ടുപോകും. ഇങ്ങനെ അടിച്ചടിച്ച് അറ്റം വരെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ടാണ് ഈ അടിച്ചുവാരിയിലേക്ക് വാരിയെടുക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ചാല് ഈ എല്ലാ പൊടി മുഴുവൻ അടിച്ച് അവിടെ വരെ കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആകെ കുറച്ച് പൊടി ഉണ്ടാവുള്ളൂ. അത് ഇവിടം തൊട്ടേ ഉള്ളത് അടിച്ചടിച്ചടിച്ച് അവിടം വരെ കൊണ്ടുപോകണം എന്നുള്ളത്. ഇത് ഈ അടിച്ചുവാരി ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചടിച്ച് ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് കാര്യം പറയുമ്പോ ഇതൊക്കെ നിസ്സാര കാര്യമാണെങ്കിൽ പോലും അതുകൊണ്ടൊക്കെ ഗുണമുണ്ട്. ഇവിടെ എത്തിക്കഴിയുമ്പോ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഇവിടെ കുറച്ച് പൊടിയുണ്ട്, ഇവിടെയുള്ള പൊടി ഇവിടെ വെച്ച് തന്നെ അടിച്ചു വാരി ഇതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷമാണ് അടുത്ത ഇവിടെ കൊണ്ട് വെക്കുന്നത്. അടുത്തൊരു ഡിസ്റ്റൻസിൽ കൊണ്ട് വെക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നല്ലതാ. കൂടുതൽ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ ഇന്നലെ അടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് പൊടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. സത്യത്തിൽ വളരെ കുറവായിട്ട്. പിന്നെ ചൂലിനെ കുറിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഞാൻ അടിച്ച് തീർന്നിട്ട് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പറയാം. ഇത് നമ്മുടെ സാധാരണ, ഞാൻ ഒന്ന് ഇരുന്നോട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് അധികം സമയം ഭക്ഷണം കഴിച്ചിട്ടില്ല പറയാനൊരു. അപ്പൊ ഈ ചൂല് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ പുൽച്ചൂലായിരുന്നു. ഇവിടെ നമ്മളൊരു ഇതിപ്പോ മേടിച്ചിട്ട് എത്ര 2 മാസമല്ലേ ഉള്ളു? 3 മാസമായിരുന്നു. 3 മാസമായിട്ടുള്ള ഈ ചൂല് വാങ്ങിയിട്ട് നമ്മൾ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പുൽച്ചൂലാണ്. പുൽച്ചൂല് കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആ പുൽച്ചൂലിലുള്ള പൊടിയാണ് ഈ അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു 80% നമുക്ക് കിട്ടുന്നത് ആ പുൽച്ചൂലിലുള്ള പൊടിയാണ്. നിലത്തെ പൊടി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ചൂലാണെങ്കിൽ ചൂലുമെന്ന് ഇങ്ങനെ അടർന്നടർന്ന് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചൂല് വേഗം മോശമായി പോവുകയും ചെയ്യും. 100 രൂപയാണ് ഒരു പുൽച്ചൂലിന്. ഒരു 3 മാസം കൊണ്ട് ചൂല് 3 മാസം കൊണ്ട്. ഞാൻ പുൽച്ചൂലിലെ ഏറ്റവും നല്ല ബ്രാൻഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാൻ അത് നോക്കി അതുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങാറുള്ളൂ. നല്ല ചൂലാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചൂല്. ഇതുപോലെ തന്നെ വിശറ് പോലെ ഇരിക്കും. ഇങ്ങനെ വിശറ് പോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചൂലായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. പക്ഷെ
ആ ചൂലിനേക്കാളൊക്കെ ബെസ്റ്റ് ഞാൻ ഈ സാധനം ഞാൻ പലപ്പോഴും ഷോപ്പിൽ കാണാറുണ്ട്. പക്ഷെ ഇത് നല്ലതാണോ ഇല്ലെന്ന് എനിക്ക് വലിയൊരു ഉറപ്പില്ലായിരുന്നു കാരണം ഞാൻ ഇത് വാങ്ങാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നെ എന്ത് ഗുണമെന്ന് അറിയാമോ ഇതിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി നല്ല ക്ലീൻ ആയിട്ട് പോരും. നമുക്ക് ഏത് ഗ്യാപ്പും, അതായത് ഇപ്പോൾ പുൽച്ചൂല് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത എല്ലാ സ്ഥലങ്ങളും ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതുണ്ട് ഇങ്ങനെ ഈ ഗ്യാപ്പിലേക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ അത് ഈ ഭാഗം സ്കേർട്ടിങ് പോലെ ഇരിക്കുന്ന ഇതുപോലുള്ള ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. മറ്റേ പുൽച്ചൂലാകുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇവിടേക്ക് അടിക്കുമ്പോൾ മറ്റേ ആ ചൂലൊന്ന് ഡാമേജ് ആകുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ പലവണ്ണം അടിച്ചു വരുമ്പോഴത്തേക്കും. പിന്നെ ഈ ചൂലിന് 2 ടൈപ്പ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് ഉണ്ട്, അത് മേടിക്കരുത്. ഇതൊരു 45 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെയൊന്നും അടിക്കാൻ പറ്റും. മറ്റേന്ന് വെച്ചാൽ മറ്റേ ഈ മുനിസിപ്പാലിറ്റിയിൽ റോഡ് അടിക്കുന്ന ആളുകളുടെ പോലത്തെ ചൂലായിരിക്കും, അതുകൊണ്ട് അടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് ബെസ്റ്റ്. പിന്നെന്താ, ഇത് പിന്നെ നമ്മൾ സ്റ്റെയർ അടിക്കാൻ നേരത്ത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാൻ പറ്റും. അത് ഞാൻ സ്റ്റെയർ അടിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ വേറെ ഗുണമുണ്ട് ഇതിന്. ഇത് ഊരി എടുത്തിട്ടുണ്ടല്ലോ, വേണ്ട ഇത് ഊരി എടുത്തിട്ട് ചില പോർഷനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അത് എവിടെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല ഇപ്പം, പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട കുറേ ഏരിയ വരും നമുക്ക്. ആ ഏരിയയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പം ഇതിൻ്റെയൊക്കെ ഉൾവശവും അവിടെ ഇതിൻ്റെ ഉള്ളതല്ല ശരിക്ക് ചെയ്തു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ കൈ പിടിച്ച് ഈ മറ്റേ ഇതിൻ്റെ ഈ ഹാൻഡിൽ പൈപ്പും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കയറാത്ത ചില പോർഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഇന്നലെ ഇനി പറഞ്ഞ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചൂല്. അല്ല മേടിച്ചിട്ടല്ല, അവന്റെ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് സ്ട്രെയിറ്റാ. ഞാൻ പറഞ്ഞു 45 നല്ലതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അന്നൊരു 45ന്റെ ബെൻഡ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അടിക്കല് കണ്ടിന്യൂ ആയിട്ട് ഞാൻ അതിൻ്റെ ഇടക്ക് ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ചൂലിനെ കുറിച്ച് ഞാൻ ഓർക്കട്ടെ, എല്ലാം കൂടി ഒറ്റയടിക്ക് നമ്മൾ ഓർമ്മ ഇങ്ങോട്ട് വരില്ലല്ലോ. ഈ വീഡിയോ കഴിയുമ്പോൾ ചില കാര്യമൊക്കെ ഓർമ്മ വന്നത്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേറെ കാര്യം, ഇത് വാങ്ങുമ്പോഴത്തേക്കും ഇതുണ്ട്. ഈ ചൂല് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഒരു 4 ലെയർ പോലെ ഉണ്ട് ചൂല്. ലൈറ്റ് ഇതുണ്ട 4 ലെയർ ഉണ്ട്. വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ എടുത്ത് ശരിക്കും പരിശോധിച്ച് നോക്കിയിട്ട് തന്നെ മേടിച്ചത്. അവിടെ പല ടൈപ്പ് ചൂലുണ്ടായിരുന്നു. ഇതിനേക്കാളും ബലം കൂടിയിട്ടുള്ള ബ്രസിൽസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെടുക്കരുത് നമ്മൾ ഇത്ര ഇതുണ്ടോ, ഇത്രയും ഈ ഒരു ബലമുള്ളതായിരിക്കും. എന്നാലും നമ്മുടെ ആ ചെറിയ പൊടിയൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങ് പോരുള്ളൂ. ഇത്രയും കൂടി സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ചെറിയ പൊടിയെല്ലാം ഇങ്ങോട്ട് തീരെ പൗഡറായിട്ടുള്ളത് പോരില്ല. ഇത് കണ്ട, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതിന് 180 രൂപ കൊടുത്താണ് ഞാൻ വാങ്ങിയത്. പക്ഷെ ഇതിപ്പോൾ 120 രൂപക്ക് കിട്ടും ഈ സാധനം. പക്ഷെ അതിന്റെ ബ്രസിൽസിന് ക്വാളിറ്റി വ്യത്യാസം ഇല്ല ഞാൻ കണ്ട അവന്റെ ഞാൻ മേടിച്ചു നോക്കി. ഇതിപ്പോ അവര് എന്തോ ഇത്തിരി കാശ് കൂടുതലെടുത്ത തോന്നുന്നു. എന്തായാലും 180 രൂപ ഇതിനെടുത്ത്. ഇനി ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. എത്രയായിട്ട് 180 രൂപ ആയാൽ പോലും നമുക്ക് ഇത് ലാഭമാണ്. മറ്റേ ചൂലിൽ 100 രൂപ മേടിച്ചു കഴിഞ്ഞാല് 3 മാസം നമ്മളത് മാറ്റിയും വേണം. പൊടി ഇതുപോലെ അടിച്ച് ക്ലീൻ ആക്കാൻ പറ്റില്ല. അപ്പൊ ഈ ചൂല് കൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഈ സ്റ്റെയർ ഒക്കെ അടിക്കുന്നതിന്, സ്റ്റെയർ ആയാലും സ്റ്റെപ്പ് ആയാലും ഒക്കെ അടിക്കുമ്പോഴത്തേക്കും ഈ കോർണറൊക്കെ ചേർത്ത് നല്ല ക്ലീനായിട്ട് അടിക്കാൻ പറ്റും. അല്ല ഇങ്ങനെ ചേർത്തടിക്കാം. മറ്റേ ചൂല് കൊണ്ട് ഉള്ള കുഴപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ ചേർത്തടിച്ചു കഴിഞ്ഞാൽ ഈ കോർണറിൽ നിന്നും പോരാറില്ല. ഇത്തിരി പണി കൂടുതലെടുക്കണം, എന്നാലേ പോരാറുള്ളൂ. എന്താ പിന്നെ ഈ സ്കേർട്ടിങ് ഇങ്ങനെ തൂത്ത് പോകാം. ഈ ഗ്യാപ്പൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതല്ല, ഈ ഗ്യാപ്പൊക്കെ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം. ഇതുണ്ടോ, നമ്മൾ പുൽച്ചൂലിനടിച്ച് ഇത്ര നീറ്റായിട്ട് ഇങ്ങോട്ട് പോരില്ല. കാരണം ഇവിടെയൊക്കെ ഞാൻ ഇതൊക്കെ നടുവേദനയൊക്കെ ഉള്ളത് ഞാൻ തന്നെ അടിക്കാറുള്ളൂ ഇവിടേക്ക്. അപ്പം എനിക്കതുകൊണ്ട് ഇത് ഏറ്റവും കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഒരു കാരണവശാലും ഈ ചൂല് വാങ്ങിച്ചു കഴിഞ്ഞാൽ കാശ് നഷ്ടമില്ല. ഏറ്റവും പെട്ടെന്ന് തന്നെ പോയി മേടിച്ചു നല്ല ചൂല് നോക്കിയിട്ട്. അപ്പം ഞാൻ ഈ ചൂലിനെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പോൾ ഈ ചൂല് യൂസ് ചെയ്തിട്ട് അതിന്റെ ഗുണം കുറെ ആളുകൾ അനുഭവിക്കേണ്ട. പക്ഷെ ഭൂരിഭാഗം വരുന്ന ആളുകൾ ഇത് വേറെ ആൾക്കാരോട് പറയില്ല. ഇത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു ഗുണമാകുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയൊന്നും ആരുടെയും തലയിലേക്ക് വരില്ല. അവര് വാങ്ങും, അവര് യൂസ് ചെയ്യും. മറ്റേ ചൂലിനേക്കാളും
ഗുണമാണ് ഇതെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവരത് അടിച്ചുകൊണ്ടിരിക്കും. വേറെ ആളോട് പറഞ്ഞതിനെ കുറിച്ച് ഓർക്കാഞ്ഞിട്ടായിരിക്കുള്ളൂ ഇത് പറയാത്തത് മെയിനായിട്ട്. എനിക്ക് ഉപകാരം എന്ന് തോന്നണ അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് തോന്നണ കാര്യം എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇതങ്ങനെ പറഞ്ഞ് ഇപ്പം നമുക്ക് യൂട്യൂബിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അത് തന്നെയാണ് വാഷിംഗ് മെഷീൻ്റെ കാര്യം, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇത് രണ്ടും ഞാൻ കുറേ കാലമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരോടൊന്ന് വിചാരിക്കണേന്ന്. ഇപ്പോഴാണ് അത് ഷെയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ചൂല് ധൈര്യമായിട്ട് പോയി ഉടനെ തന്നെ പോയി വാങ്ങിച്ചോ. ചൂലിൻ്റെ പരസ്യം പറയണില്ലേ, കാരണം ചൂലിന് ബ്രാൻഡ് നെയിമൊന്നും അതിൽ കണ്ടെന്നില്ല, ഞാൻ നോക്കിയില്ല. നല്ല ചൂല് നോക്കി വാങ്ങിച്ചോ. എല്ലാ വീട്ടിലും വേണ്ട സാധനമാണ്. അപ്പോൾ ചൂല് വാങ്ങിച്ച ആളുകൾ അത് വാങ്ങിച്ചിട്ട് ഉപകാരപ്പെട്ടതെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളൊരു അഭിപ്രായം അറിയാമല്ലോ. ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി പറയണോ വേണ്ടെന്നൊക്കെ നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി. എത്രയോ 2 മണിയാവാറായി. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ 2 പേരുടെയും ഷുഗറൊക്കെ കുറഞ്ഞു തുടങ്ങി. വേഗം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഷുഗറൊക്കെ കുറഞ്ഞു തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഷുഗർ ഇത് പറയണവരെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എനിക്കെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഷുഗറിൻ്റെ ഗുളിക കഴിക്കണതുകൊണ്ട് കൈയും കാലം നടന്നു പോകുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പറഞ്ഞില്ലേ കറിയൊന്നും വയ്ക്കുന്നില്ല. പക്ഷേ ഇന്നലത്തെ മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഊണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ മത്തങ്ങ പയർ എരിശ്ശേരിയും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇത് സൂപ്പറാണ്. മത്തങ്ങ എരിശ്ശേരി അല്ലേ, എനിക്ക് കറക്റ്റ് അറിയില്ല. മത്തങ്ങ എരിശ്ശേരി വളരെ സൂപ്പറാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ അടമാങ്ങ അച്ചാറും. മത്തങ്ങ എരിശ്ശേരി ഞങ്ങള് വിഷുവിന്റെ സമയത്ത് അല്ലെങ്കിൽ ഓണത്തിന്റെ സമയത്ത് അല്ലാതെ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. സാധാരണ എല്ലാവരും മത്തങ്ങ പയർ എരിശ്ശേരി കൂടുതലും ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിന് കറിയായിട്ടാണ് ഉണ്ടാക്കുക. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് മത്തങ്ങ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ. അച്ഛനും നമുക്കൊക്കെ ഇഷ്ടമാണ്. കിച്ചൂസിനൊഴിച്ച് ഞങ്ങൾക്ക് 4 പേർക്കും ഇഷ്ടമാണ്. ചോറ് കഴിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഓട്സ് ആണ് കഴിക്കുന്നത്, രാജീവേട്ടൻ ചോറാണ് കഴിക്കുന്നത്. എന്താന്ന് വെച്ചാല് ശരി, എന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ഞാൻ വെയിറ്റ് കുറയ്ക്കാനും ശരിയാണെങ്കിൽ അതുപോലെ തന്നെ കനം കുറക്കാനും വെയിറ്റ് കുറക്കാനും തടി കുറക്കാനും അപ്പൊ ഞാൻ വെയിറ്റ് കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഓട്സ് ആണ് കഴിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഞാനൊന്ന് ഷുഗർ ചെക്ക് ചെയ്യാൻ പോവാണ്. എന്റെ ഷുഗർ കുറവാണ് എന്ന് തോന്നുന്നു. വെള്ളം അടിച്ച ആൾക്കാരെ പോലെ കാണിക്കണ്ട പതിയെ ഇത്തിരി അമർത്തത്. അപ്പൊ എനിക്ക് ഷുഗർ പറയുമ്പോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. എനിക്ക് പൊതുവെ ലോ ഷുഗർ ആണ്. അപ്പോൾ ഷുഗർ പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ തെറ്റിപ്പോവും. അയ്യോ 27 ഉള്ളു. 27 അതാണ് കള്ളുടിയന്മാരെ കാണിക്കുന്ന പോലെ ആടാൻ തുടങ്ങി. അപ്പൊ ഷുഗർ പറയുമ്പോൾ കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇപ്പൊ ലോക്ക്ഡൌൺ ആണെങ്കിലും നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞത് വേഗം കഴിച്ച് ബാക്കി കഥാപ്രസവമൊക്കെ പുറകെ ആ ഡയറി നമുക്ക് ഫിനിഷ് ചെയ്തായിരുന്നു. ഞാൻ പറയാനോ ഞാൻ പറഞ്ഞോണ്ടിരിക്കാൻ ഏത് ലോക്ക്ഡൌൺ ആണെങ്കിൽ ഡയറി മിൽക്ക് മേടിച്ച് വെച്ചേക്കണേന്ന് ലോക്ക്ഡൌൺ ആണെങ്കിൽ ഡയറി മിൽക്ക് ഫ്രിഡ്ജിലൊരു ഈ നാട്ടിലുള്ള ബേക്കറി എനിക്ക് ആകെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഷുഗർ കുറയുമ്പോ കഴിക്കാൻ പറ്റിയ മിഠായി എന്ന് പറഞ്ഞാൽ ഈ ഡയറി മിൽക്കിന്റെ പ്ലെയിൻ. ഇതിനകത്ത് വേറെ രണ്ടും പൊട്ടി വേറെ എന്താ സാധനം അങ്ങനെയൊക്കെ സിൽക്കും ബബിളിയും ഇതും അല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പറ്റും സാധനം കഴിക്കില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒക്കെ ഈ പരിസരത്തുള്ള എല്ലാ ബേക്കറിയിലും പോയി
അവിടെയുള്ള എല്ലാ ഡയറി മിൽക്കും ഞാൻ മേടിച്ച് ഈ ടൈപ്പ് ഇത്ര ഉള്ള 40-ൻ്റെ ഉള്ളതെല്ലാ സ്ഥലത്തും ഒരു 5-6 ബേക്കറി ഉണ്ട് ഇവിടെ. എല്ലാ ബേക്കറിയിൽ നിന്നും വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും. കാരണം ഡയറി മിൽക്കാണെങ്കിൽ സപ്ലൈ ഇല്ല ഇപ്പം. അപ്പം അത് തീർന്നു പോയാൽ പിന്നെ ഷുഗർ ലോ ആയി കഴിഞ്ഞാൽ നിലയുടെ കാര്യം അതൊക്കെ. അപ്പം ഞാനതൊരു കരുതലായിട്ട് നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം കഴിച്ച് ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ ഷുഗർ നേരെയില്ല. അപ്പം അതുകൊണ്ട് ഡയറി മിൽക്കും പറഞ്ഞ സന്തോഷം ഉണ്ടാവും. പറയണ്ട, കിടക്കണം തോന്നുന്നുണ്ടോ? കിടക്കണോ? മൊത്തം റിലേ പോയി ഉണ്ടായിരിക്കും. കഴിച്ചു വേഗം കഴിച്ചു. അപ്പൊ അതുകൊണ്ട് ഷുഗർ കുറയുമ്പോൾ ഞങ്ങള് ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന പോലെ ഡയറി മിൽക്കും. ബിന്ദു സിസ്റ്റർ ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഷുഗർ 27 ഉണ്ടായിട്ട് വീഡിയോ എടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണെന്ന് ചീത്ത പറയും. അപ്പൊ ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന പോലെ ഡയറി മിൽക്കും. ഷുഗർ പേഷ്യൻസിന് ഡയറി മിൽക്ക് കൊടുക്കണേ. ഷുഗർ പേഷ്യൻസിന് ഷുഗർ കുറയുമ്പോ ഡയറി മിൽക്ക്. അപ്പൊ അങ്ങനെ പറയണം, ഷുഗർ പേഷ്യൻസിന് കൊടുക്കാതിരിക്കണ പോലെയാണ് ഡയറി മിൽക്ക് വരുന്നത് ശരിക്കും. അപ്പൊ ഷുഗർ കുറയുമ്പോ ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്ന പോലെ ഡയറി മിൽക്ക് അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും അത് കൊടുത്തോണ്ടിരിക്കും. അത് ഷുഗർ പേഷ്യൻസിന്റെ ഷുഗർ കുറയുമ്പോൾ അതുപോലെ തന്നെ ലോ ഷുഗർ ഉള്ള ആൾക്കാർക്കും മധുരം കൊടുക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കൂട്ടി ഞാൻ ബലൂൺ പോലെ പറയട്ടെ, ഇങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കൂട്ടി ഞാൻ ഗുണ്ടുത്തടിച്ചാവുന്നത്. എന്താന്ന് വെച്ചാൽ ഷുഗർ കുറയുമ്പോൾ മധുരം കഴിച്ചിട്ട് വെയിറ്റ് കൂടും. രാവിലെ ഞാൻ ആ മാങ്ങ കഴിച്ചില്ലേ, മാങ്ങ കഴിച്ചപ്പോഴും എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പ്രശ്നം ഉണ്ടായില്ല. വിയർക്കുന്നുണ്ടായിരുന്നു, പറയുമ്പോൾ തെറ്റി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ഒരു ഡയറി മിൽക്ക് കഴിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഡയറി മിൽക്ക് കഴിക്കാൻ പോവാണ്. കഴിച്ചു തുടങ്ങി. ഇന്ന് ഇപ്പോൾ ഓട്സ് കഴിക്കാൻ മാറ്റി വെച്ചു കേട്ടോ. ഓട്സ് കഴിക്കാനുള്ള ഗ്യാപ്പില്ല. ഡയറി മിൽക്ക് കഴിച്ച് വയറ് നിറയ്ക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഷുഗർ അത്രയും കുറവാണ്. അപ്പോൾ എനിക്ക് ഷുഗർ കുറഞ്ഞു കഴിയുമ്പോൾ സാധാരണ ഇത്രയും കുറഞ്ഞു കഴിയുമ്പോഴാണ് പറയാൻ ബുദ്ധിമുട്ട് വരുന്നതും അതുപോലെ എന്താ വരുന്നത്, നന്നായിട്ട് വിയർത്തിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, വല്ലാണ്ട് വിയർത്തുകൊണ്ടിരിക്കും. അത് വല്ലാതെ ഷുഗർ ലോ ആയി പോകുമ്പോഴാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷുഗർ ലോ ആയി പോവും. പിന്നെ രാവിലെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മധുരം ഇട്ട് കാപ്പി കുടിക്കേണ്ടി വന്നു. അപ്പോഴാണ് ഷുഗർ ഒന്ന് നേരെയായത്. രാവിലെ എഴുന്നേറ്റപ്പോഴും ഷുഗർ ലോ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വരുന്ന ആളുകൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതുപോലെ എല്ലാവർക്കും വരണമെന്നില്ല, വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അല്ല, എന്തുകൊണ്ടാണ് വരണേന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടാ വരണേന്ന് അറിയാതെ പോകണ്ടാവില്ലേ. കുറെ ആളുകൾ വേറെ വല്ല അസുഖം ഓർത്ത് പേടിച്ചിരിക്കും, അപ്പൊ തന്നെ ഓടും ഹോസ്പിറ്റലിൽ. നമ്മൾ തന്നെ ആദ്യം എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയാതെ കുറെ നാള് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇല്ലേ. പിന്നില്ലേ, പണ്ട് ഈ വിവരം അറിഞ്ഞത് തന്നെ ഒരുപാട് കാലം കഴിഞ്ഞാണ് ലോ ഷുഗർ ആണെന്നുള്ള വിവരം അറിയണത് തന്നെ. അന്നേരമൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ വെറുതെ ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇപ്പോഴോന്നും പറഞ്ഞ് താഴത്തേക്ക് വീഴും. പിന്നെ ബോധം പോയി കഴിഞ്ഞ് മധുരമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊറേ നേരം കഴിഞ്ഞിട്ട് ഒഴിച്ചല്ല കൊടുത്ത് ബോധം പോയി കഴിയുമ്പോൾ ഒഴിക്കൂല. ഒരു പ്രാവശ്യമില്ല, 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. പഞ്ചാരയോടൊപ്പം മുഖത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മുഖത്തോട്ടൊക്കെ ഇത് ഒട്ടണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഒരു തവണ ബോധം കിട്ടപ്പോഴത്തേക്കും ആ ബോധം കിട്ടുന്നതിന് മുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മധുരമുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പഞ്ചസാര ഇട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിത്തേട്ടനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബോധം കിട്ടി വന്നപ്പോൾ അജിത്തേട്ടാ വെള്ളത്തിൽ ഇത്തിരി വെള്ളം എടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കണപ്പോൾ നേരെ ആ വെള്ളം എടുത്ത് അത് പഞ്ചസാര ഇട്ടായിരുന്നെന്ന് അജിത്തേട്ടൻ അറിയാൻ പാടില്ല. ഞാൻ പഞ്ചസാര ഇട്ട വെള്ളം മുഖത്ത് ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒട്ടാൻ തുടങ്ങി. ആ സമയത്ത് മാത്രമല്ല, അല്ലാതെ വേറെ സമയത്തും വെള്ളം കൊഴിച്ച് ഒഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ ആർക്കും വരും, ആർക്കെങ്കിലും ഇതുപോലെ നന്നായിട്ട് വിയർക്കലും അല്ലെങ്കിൽ പറയുമ്പോൾ തെറ്റിപ്പോവാ, വിയർപ്പ് കൂടിയിട്ട് പറഞ്ഞ് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തെറ്റിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ഷുഗർ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഷുഗർ കുറവായിരിക്കും. ഷുഗർ നോർമൽ ആണെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്യുക.
ഇതിൽ രണ്ടിലേതെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് ഇതുപോലെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കഴിക്കലൊക്കെ ഒരു വിധത്തിൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഈ പരുവത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ കയറി വരികയും ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുകയും ചെയ്യണം. അതുകൊണ്ട് ഷുഗറൊന്നും നോർമലായിട്ട് എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണം, അതെന്തായാലും ചെയ്യാതെ വരില്ല. പിന്നെ വൈകിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. അതെന്താ? സർപ്രൈസാ. ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, നമ്മുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആവും. പിന്നെ വൈകുന്നേരം എന്താണെന്ന് വെച്ചാൽ രാത്രിത്തേക്കുള്ളതെല്ലാം രാവിലെ തന്നെ കറി റെഡിയാണ്. ഇന്നലത്തെ കറി റെഡിയാണ്. ചപ്പാത്തി ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇതിനിടയ്ക്ക് കിച്ചൂസ് എഴുന്നേറ്റ് കിച്ചൂസ് ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഞാനിവിടെ കിടക്കായിരുന്നു കേട്ടോ അത്രയും സമയം. കിടക്കിൽ ഇത്തിരി കൂടിപ്പോയത് കൊണ്ടാണ്, സമയം ഉണ്ടായത് കൊണ്ടാണ് ഈ ഷുഗർ ലോ ആയത് മെയിനായിട്ട്. സർപ്രൈസും കൂടെ ഉണ്ടാക്കിയിട്ട് എന്താ. അപ്പൊ സാധാരണ എപ്പോഴും ഡോക്ടർ പറയുന്നത് 65 താഴെ 67 താഴെയൊക്കെ ആവുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്നാണ്. ഇത് വീഡിയോ സിസ്റ്റർ എന്തായാലും ഉറപ്പായിട്ടും കാണും എന്നുള്ളത് എനിക്കറിയാം. ബന്ധു സിസ്റ്റർ ഉറപ്പായിട്ടും വീഡിയോ കാണും. ബന്ധു സിസ്റ്റർ പേടിക്കണ്ട, എന്തായാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. സിസ്റ്റർ വഴക്ക് പറയും ഇത്രയും ലോ ഷുഗർ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞിട്ട്. അല്ല, ഇയാൾക്ക് ഷുഗർ പോയി അവിടെ ഹോസ്പിറ്റലിൽ പോയി കയറ്റിയാലും അത് 300 വരെയൊക്കെ ആയിട്ട് ആകും. അവിടെ വെച്ച് കയറ്റി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും താഴേക്ക് പോകും. വീണ്ടും 50-ലോട്ടൊക്കെ ആവും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സൈസ് സാധാരണ ആളുകൾക്ക് അങ്ങനെ ആവാറില്ല. അവരും ഡോക്ടറൊക്കെ ഇതിന്റെ എങ്ങനെയാന്ന് ഓർത്ത് മേപ്പോട്ട് നോക്കും. അപ്പൊ സാധാരണ എല്ലാവർക്കും അറിയില്ല. ഇത് സാധാരണ ആളുകൾക്ക് 27 ഒക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത് എന്താ ഇയാളുടെ ഒരു ബോഡി ഇങ്ങനെയൊക്കെയാന്ന് തോന്നണം. എന്തായാലും കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രോ ഒക്കെ പറയാനുണ്ട്. അത് രാജീവേട്ടൻ ഏറ്റെടുക്കുന്നതായിരിക്കും. ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുലാബ് ജാമുൻ അത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പറയാനുണ്ട് അതേ കുറിച്ച്. പ്രിൻസിപ്പളിന്റെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് പൈനാപ്പിളിന്റെ തൊലി എല്ലാം കളഞ്ഞ് ചെത്തിയൊക്കെ എടുത്ത് ഇതുപോലെ വേസ്റ്റേജ് അധികം പോവാത്ത രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ തൊലി കളയാൻ വേണ്ടി നമ്മൾ ഈ നൈഫാണ് എടുത്തത്. പിന്നെ ഇതുപോലെ ഈ ഷേപ്പിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നൈഫാണ് നമ്മളിങ്ങനെ എടുത്തേക്കുന്നത്. ഇനി എളുപ്പത്തിൽ അടുത്തത് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് മുറിക്കുക. ഇനി നീളത്തിൽ ഒന്നുകൂടി ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാം. സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ പായസമാണ്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ അല്ലേ. അപ്പോൾ പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പൈനാപ്പിൾ പായസത്തിന് രാജീവേട്ടൻ പൈനാപ്പിളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പൈനാപ്പിൾ എടുത്താൽ എനിക്ക് ചൊറിയും കേട്ടോ. ഞാൻ അതുകൊണ്ട് പൈനാപ്പിളുമ്പോൾ തൊടാതിരിക്കണത്. അപ്പോൾ ഞാൻ അവിടെ കിടന്നപ്പോൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് തന്നു. പിന്നെ നമ്മൾ ചവ്വരി എടുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വരി വൈറ്റ് കളർ ആയതുകൊണ്ട് ഇതിൽ കാണാൻ പറ്റില്ല. വൈറ്റ് ബൗളിൽ തന്നെ എടുത്ത് വെച്ചതുകൊണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു 4-5 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തു കേട്ടോ ഇപ്പോൾ വെള്ളത്തിൽ. ഇനി നമുക്ക് ഇത് രണ്ടും ചേർത്ത് വേവിച്ചെടുക്കാം. 2 രീതിയിൽ ഈ പൈനാപ്പിൾ പായസം ഉണ്ടാക്കാം.
നെയ്യിലോ അഴിച്ചിട്ടും ഉണ്ടാക്കാം, വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോകുന്നത്. എളുപ്പം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പൈനാപ്പിളും ചൗരിയും എല്ലാം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ചൗരി ഇട്ട് വെച്ച വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ചൗരി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ആദ്യം ഹാഫ് പൈനാപ്പിൾ എടുക്കുന്ന അളവിലാണ് ചൗരി പറഞ്ഞത്. അതുകൊണ്ട് ഹാഫ് പൈനാപ്പിളിനുള്ള ചൗരിയാണ് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത്. ഈ പൈനാപ്പിൾ മുങ്ങി കിടക്കുന്ന അളവിൽ വെള്ളം ചേർക്കാം കേട്ടോ. ഒറ്റ വിസിൽ മതി. ഒറ്റ വിസിലിൽ പൈനാപ്പിൾ കുക്കായി കിട്ടും. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് വേവിക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാം. പാലൊക്കെ നേരത്തെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ചൂട് പാൽ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പാലൊഴിച്ച് തിളപ്പിക്കില്ല. അതുകൊണ്ട് ചൂട് പാല് ചേർക്കാതെ തണുത്ത പാല് ചേർക്കണം. അത് ഫ്രിഡ്ജിലിരിക്കുന്ന പാലല്ല, നമ്മുടെ പാല് തിളപ്പിച്ച് തണുപ്പിച്ച് വെക്കുക. ഇതിപ്പോൾ 1 ലിറ്റർ പാലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പൈനാപ്പിൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഈ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക. വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം കാണാനും ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. വലിയ കഷ്ണങ്ങളൊക്കെ. അതെ, അതുകൊണ്ട് ഈ വലിയ കഷ്ണം കഴിക്കും. ഇങ്ങനെയുള്ള വലിയ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാൽ ഇത് പായസത്തിലിട്ട് വേവിക്കരുത്. നമ്മൾ തന്നെ കഴിക്കണം. അതാണ് എൻ്റെ ശരി. അപ്പൊ ഞാൻ ഈ കുക്കർ അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. ഒറ്റ വിസിൽ മതി. അധികം കുക്കിംഗ് ടൈം ഒന്നും ഇല്ലല്ലോ, പൈനാപ്പിൾ ആയതുകൊണ്ട് വേഗം കുക്കായി കിട്ടും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള സ്പെഷ്യൽ സ്നാക്ക് എന്ന് പറയാം, ഡെസേർട്ട് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം. ശരിക്കും ഒരു ഡെസേർട്ടാണ് ഈ പായസം. നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡെസേർട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം എന്നില്ല. പായസം തണുത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ തണുത്ത പാല് ചേർക്കുന്നത്. അപ്പോൾ ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കർ ഇപ്പോൾ ഒരു വിസിൽ വന്നു. കംപ്ലീറ്റ് പ്രഷർ പോയി. നമുക്കൊന്ന് തുറക്കാം. ചൗരിയും പൈനാപ്പിളും ഒക്കെ കുക്കായിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ ചൗരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പോവാണ്. അതിന് മുന്നേ ഇത് കണ്ടോ, ചൗരിയൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുള്ളത് കണ്ടോ. നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നു. ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ ഒരുപാട് മധുരം ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിളാണ്. പാലിനും കൂടി ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ ഇപ്പോൾ ചേർക്കണം. പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഒന്ന് ചെറുതായിട്ട് വെള്ളം വറ്റി വരുന്നത് വരെ നമ്മളിതൊന്ന് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചൗരി ഉള്ളതുകൊണ്ട് വേഗം വറ്റിക്കോളൂ കേട്ടോ. വെള്ളം ഒന്ന് കുറുകി വരും. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർക്കുക. ഞാൻ നേരത്തെ ചെയ്ത റെസിപ്പിയിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര കുറച്ച് ചേർക്കുക. ആ മിൽക്ക് മെയ്ഡിന് മധുരം ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം മധുരം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒരുവിധം വറ്റി. ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുകയാണ് ഒന്ന് വരട്ടിയെടുക്കാനായിട്ട്. ഒരുപാട് വരട്ടിയെടുക്കണമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ പരിപ്പ് പായസം ഗോതമ്പ് പായസമൊക്കെ വരട്ടുന്ന പോലെ വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നെയ്യുടെ ആ ഒരു ഫ്ലേവർ പൈനാപ്പിളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിളിന് ഇപ്പോൾ 5 കിലോ 100 രൂപ അങ്ങനെയുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഇവിടെ അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 2 പൈനാപ്പിൾ വാങ്ങിച്ചു. അതിൽ ഒരു പൈനാപ്പിൾ വെറുതെ കഴിച്ചു, ഒരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചു. അപ്പോൾ നെയ്യും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരിക, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറണ്ട, ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ ഈ ഒരു പായസത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും ചേർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആൽമണ്ട്സ് ചേർക്കുമ്പോഴാണ് ഈ പായസത്തിന് ടേസ്റ്റ് കൂടുക കേട്ടോ. അപ്പോൾ ആൽമണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ, നല്ല ടേസ്റ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായിട്ടും ചേർക്കുക. അപ്പോൾ ആൽമണ്ട്സ് നെയ്യിൽ ഫ്രൈ ചെയ്യണ്ട.
നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ചൂടൊന്ന് കുറഞ്ഞു വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ചൂടോടെ നമ്മുടെ തിളപ്പിച്ച പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൈനാപ്പിളിന് പുളിയോ കയ്പോ ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വേവിച്ചതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, എങ്കിലും റിസ്ക് എടുക്കാതിരിക്കാനായിട്ട് എപ്പോഴും നല്ലത് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പാല് ചേർക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. അപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ കൂടെ റേസിൻസ് ആണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ റേസിൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ നമ്മുടെ കറുത്ത മുന്തിരിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ കറുത്ത മുന്തിരി ചേർക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ഭംഗിക്ക് ഇത് തന്നെ നല്ലത്. നമ്മുടെ പഴം വിളയിച്ചതിൽ ഉണ്ടായില്ലേ നല്ല ഭംഗിയുള്ള കളർ, അതുപോലെ നല്ല ഭംഗിയുള്ള കളറാവും നമ്മുടെ പായസത്തിന്. എല്ലാവരും പായസത്തിൽ റേസിൻസ് ചേർക്കുമ്പോൾ നമ്മളിതൊരു ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയും ചേർക്കാം. ഈ ഒരു മുന്തിരി വരുമ്പോൾ മഞ്ഞ കളറിൽ ബ്ലാക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, നമ്മുടെ മുന്തിരിയൊക്കെ നല്ല സുന്ദരികളായിട്ട് ഉരുണ്ട് വരുന്നുണ്ട്, നല്ല ബോൾസ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടി ആവട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിൽ തന്നെ ഇരിക്കട്ടെ. ആൽമണ്ട്സ് ഫ്രൈ ചെയ്യുന്നില്ല. ആൽമണ്ട്സ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നീളത്തിൽ. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ആൽമണ്ട്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അധികം തിക്കായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മുടെ പൈനാപ്പിളിൽ ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പാല് ചേർത്തിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കാഷ്യൂ നട്ട്സും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അധികം ചൂട് മാറിയിട്ടില്ല, ചെറുതായിട്ട് കുറഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ചായിട്ട് പാല് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. തിളപ്പിച്ച പാലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. തിളപ്പിച്ച് കംപ്ലീറ്റ് ചൂട് മാറിയിരിക്കുന്ന പാലാണ്. ഇത് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് എത്രത്തോളം പാല് വേണം, എത്രത്തോളം തിക്കായിട്ടുള്ള പായസം വേണം എന്നുള്ളതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ പാല് ചേർക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ചൂടാക്കൊന്നുമില്ല കേട്ടോ, ഈ പായസം ഇനി ചൂടാക്കി എടുക്കില്ല. ഇനി കുറച്ച് ഏലക്ക ചതച്ച് ചേർക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പാല് ചേർക്കാൻ പോവാണ്. പാല് കുറവാണ്. നമ്മൾ ചൗവരി ചേർത്ത് വേവിച്ചതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് തിക്കായി വരും കേട്ടോ. തണുത്ത് വരുന്തോറും തിക്കായി വരും. ഏലക്ക ലാസ്റ്റ് മാത്രം ചേർക്കാം കേട്ടോ, അപ്പോഴേ ആ ഏലക്കയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ പായസത്തിൽ നിൽക്കുള്ളൂ. കണ്ടോ, ഇപ്പോഴും തിക്കായി കഴിഞ്ഞു പായസം. നിങ്ങൾക്ക് ഇത്രയും പാല് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും പാല് ചേർക്കാം. കുറച്ചുകൂടി പാല് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാനൊരു 1/4 കപ്പും കൂടി ചേർക്കാൻ പോവുകയാണ്. എങ്കിലേ ചൂട് മാറി വരുമ്പോൾ പെർഫെക്റ്റ് തിക്നെസ് ആവുള്ളൂ പായസത്തിൻ്റെ. പായസക്കൊതിയൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കിനി ഏലക്ക ചതച്ചെടുക്കാം. മതി. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ചേർക്കാം. ആൽമണ്ട്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പായസത്തിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആവും കേട്ടോ, വളരെ ചെറുതായിട്ട്. അപ്പോൾ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ പായസത്തിൻ്റെ മധുരം കറക്റ്റാണോ, ഇത് മതിയോ എന്നുള്ളത്. മധുരം കുറവാണെങ്കിൽ ഈ സ്റ്റേജിലാണെങ്കിലും മധുരം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഏലക്കപ്പൊടി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചൂടോടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇളം ചൂടോടെ സെർവ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ റൈസിൻസും മുന്തിരിയും ഒക്കെ ഒന്ന് ചേർക്കട്ടെ. അപ്പോൾ ഞങ്ങളിത് പൈനാപ്പിൾ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പായസത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയും.
ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഞാൻ രണ്ടാമത്തെ ടേസ്റ്റിംഗ് ആണ് ഈ കണ്ടത്. ചൗരിയൊന്നും കാണാനില്ല. ചൗരിയൊക്കെ കുക്കായി. അയ്യോ, ചൗരി കുക്കാതെ നോക്കണോണ്ടല്ലേ. അതെന്താന്ന് വെച്ചാല് ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ കുക്ക് ചെയ്തപ്പോ ചൗരി കുക്കായിപ്പോയി. മറ്റേ പായസം നിങ്ങൾ ഇതിന്റെ ഒറിജിനൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഈ സെയിം തന്നെയാണ്. പക്ഷെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ള റെസിപ്പി നമ്മുടെ പൈനാപ്പിൾ പായസം എന്ന് പറഞ്ഞ നീതാസ് ടേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അതിൽ ചൗരി ഓവർ കുക്ക് ആയി പോവാതെ പാനിൽ എങ്ങനെ പായസം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉരുളിയിൽ എങ്ങനെ പായസം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലുള്ളത്. അത് നോക്കിയിട്ട് പായസം ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ചൗരിയും കൂടി ഇടയ്ക്ക് കഴിക്കാൻ കിട്ടും. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. പായസം സൂപ്പറാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മധുരം പാകത്തിനുണ്ട്, എല്ലാം ഉണ്ട് പാകത്തിന്. അപ്പൊ പൈനാപ്പിള് വാങ്ങിക്കാൻ കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് എല്ലാവരും നാളെ തന്നെ വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കി കഴിച്ചോളൂ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ വാങ്ങിച്ചിട്ട് പായസം ഉണ്ടാക്കി കഴിച്ചോളൂ. അപ്പൊ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ചാല് ഇനിയിപ്പോ ചപ്പാത്തി ഉണ്ടാക്കുക കഴിക്കുക എന്നുള്ളത് രാത്രിത്തെ പരിപാടി. വേറെ പരിപാടികളൊന്നുമില്ല. അലയ്ക്ക് തുണി വിരിക്കാനുണ്ട്, നന്നായിട്ട് ഇടി വെട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ ഒരു പരിപാടി ഇല്ല. ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇല്ലേ? കഴിഞ്ഞു. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഷുഗറിന്റെ പ്രശ്നം കാരണം കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ എല്ലാവരും. ഷുഗർ പറയുമ്പോൾ ഇതുപോലെയൊക്കെ ഇടയ്ക്ക് സംഭവിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.